ക്രിസ്തുവിൽ വാത്സല്യം നിറഞ്ഞവരെ, കഥകൾ നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ്. ഏത് പ്രായത്തിലുള്ളവർക്കും കഥകൾ കേൾക്കുവാനായിട്ട് താല്പര്യമുണ്ട്. ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് തങ്ങളുടെ ജീവിതം കൊണ്ട് സുന്ദരമായ കഥകൾ പറഞ്ഞ ചില മനുഷ്യരുടെ കഥകളും കൂടി ചേർന്നാണ് ക്രിസ്തുമസ് കാലത്തെ സുന്ദരമാക്കുന്നത്. അതിൽ മറിയത്തിൻ്റെ കഥയുണ്ട്, ഔസേപ്പിതാവിൻ്റെ കഥയുണ്ട്, സക്കറിയായുടെയും എലിസബത്തിൻ്റെയും കഥകളുണ്ട്, രാജാക്കന്മാരുടെയും ആട്ടിടയന്മാരുടെയും കഥകളുണ്ട്. പ്രചോദിപ്പിക്കുകയും ആനന്ദിപ്പിക്കുകയും ചെയ്യുന്ന ജീവിതാനുഭവങ്ങളെയാണല്ലോ നമ്മൾ കഥകളെന്ന് പറയുന്നത്. ക്രിസ്തുവിൻ്റെ ജീവിതത്തോളം പ്രചോദനാത്മകമായിട്ടുള്ള മറ്റേതൊരു കഥയാണുള്ളത്? അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ സന്ദേശങ്ങളെ കഥാരൂപത്തിൽ പകർത്തി അടുത്ത തലമുറയിലേക്കും കുഞ്ഞുമക്കളിലേക്കും കൈമാറുന്ന ഒരു ശീലം വിശ്വസാഹിത്യത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരുപാട് നല്ല കഥകൾ വിശ്വസാഹിത്യത്തിലുണ്ട്. അതിൽ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു കഥയാണ് ലിയോ ടോൾസ്റ്റോയിയുടെ വേർ ദർ ഈസ് ലവ് ദർ ഈസ് ഗാഡ്, സ്നേഹമുള്ളിടത്ത് ദൈവമുണ്ട് എന്ന കഥ. നമ്മൾ ആ കഥയെ വായിച്ചിരിക്കുന്നത് മാർട്ടിൻ എന്ന ചെരുപ്പുകുത്തിയുടെ ജീവിത അനുഭവമായിട്ടാണ്. ദൈവം തന്നെ സന്ദർശിക്കാൻ വരും എന്ന ബോധ്യത്തിൽ കാത്തിരിക്കുന്ന മാർട്ടിൻ താൻ കണ്ടുമുട്ടുന്ന മനുഷ്യർക്ക് ചെയ്യുന്ന നന്മയിലൂടെ ദൈവത്തെ തന്നെ മുഖാമുഖം കാണുന്നു എന്നോർമ്മപ്പെടുത്തുന്ന ഒരു കഥ. അതുപോലെ തന്നെ സുന്ദരമാണ് ഒ ഹെൻറിയുടെ ദ ഗിഫ്റ്റ് ഓഫ് ദ മജായ് എന്ന ക്രിസ്മസ് കഥ. ജിമ്മിൻ്റെയും ഡെല്ലയുടെയും ത്യാഗം നിറഞ്ഞ ദാരിദ്ര്യം നിറഞ്ഞ ജീവിതത്തിലും തങ്ങളുടെ സ്നേഹവും കരുതലും കൊണ്ട് അവർ ക്രിസ്തുമസിനെ ഒരു സ്നേഹത്തിൻ്റെ ഉത്സവമാക്കി മാറ്റുന്നു. ഇത്തരം കഥകൾ കുഞ്ഞുമക്കൾക്ക് ക്രിസ്മസ് സായാഹ്നങ്ങളിൽ പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെ ക്രിസ്തുവിലേക്കും ക്രിസ്തുവിൻ്റെ മൂല്യങ്ങളിലേക്കും മോഹിപ്പിക്കുന്ന ഒരു പതിവ് വിദേശ രാജ്യങ്ങളിൽ ഉണ്ടായിരുന്നത്രേ. നമുക്കും നമ്മുടെ സംസ്കാരത്തിലേക്കും ജീവിതത്തിലേക്കും അത്തരം ശീലങ്ങൾ കുടിയിരുത്താൻ കഴിഞ്ഞാൽ എത്ര സുന്ദരമായിരുന്നു. നമ്മളാരും കഥയില്ലാത്ത മനുഷ്യരല്ല. ക്രിസ്തു നമ്മുടെ ജീവിതത്തിലെ വ്യക്തിപരമായി കടന്നതിനെ ഓർമ്മപ്പെടുത്തുന്ന പ്രചോദനാത്മകമായിട്ടുള്ള നിരവധി ജീവിതാനുഭവങ്ങൾ നമുക്ക് സ്വന്തമായിട്ടുണ്ട്. ഈ ക്രിസ്തുമസ് നാളുകളിൽ അതൊക്കെ കൃതജ്ഞതയോടെ ഒന്ന് ഓർത്തെടുത്ത് നമ്മുടെ കുഞ്ഞുമക്കളോട് അടുത്ത തലമുറയോട് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞാൽ അത് വിശ്വാസത്തിൻ്റെ വലിയ സാക്ഷ്യമായിരിക്കും. അതുവഴി ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് ക്രിസ്തുവിനെ പ്രണയിക്കുവാനായിട്ടുള്ള ആഗ്രഹമുണ്ടാവും. അതിന് നമ്മുടെ ഇടവകകളിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ സമൂഹത്തിലുമൊക്കെ ഇങ്ങനെ ക്രിസ്തുവിനെ ഓർത്തെടുക്കുന്ന കഥകൾ പറയുന്ന ശീലങ്ങൾ നമുക്ക് ആരംഭിക്കാം. പ്രത്യേകിച്ച് ഈ ക്രിസ്മസ് സായാഹ്നങ്ങളിൽ. ദൈവത്തിൻ്റെ നാമത്തിന് ഉപരിമഹത്വം ഉണ്ടാകട്ടെ.